ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച ബീനസേ ജുമാഅത്ത് പള്ളിയെ സംബന്ധിച്ച് അല്പം ചില വിവരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1970-71 കാലഘട്ടത്തിൽ ഒരു ചെറിയ നമസ്കാര പള്ളി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ജുമാഅത്ത് പോയിരുന്നതും മരിച്ചാൽ മയ്യത്ത് കൊണ്ടുപോയിരുന്നതും കടപ്പുറത്തേക്കായിരുന്നു. അക്കാലത്ത് വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല. 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കടപ്പുറത്തേക്ക് നടന്നു തന്നെ പോകേണ്ടിയിരുന്നു. ജുമാഅത്ത് അവിടെ പോയി തിരിച്ചു വരിക എന്നത് വിഷമം തന്നെയായിരുന്നു. അക്കാലത്ത് ബീനസേ നിവാസികളുടെ സാമ്പത്തിക നില വളരെ പരിതാപകരമായിരുന്നു. കഷ്ടപ്പെട്ടാണ് നിത്യജീവൻ തന്നെ മുമ്പോട്ട് നീക്കിയിരുന്നത്. ഇങ്ങനെയുള്ള ഇവിടെ ഒരു ജുമാഅത്ത് പള്ളി നിർമ്മിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നാൽ പടച്ചറപ്പിന്റെ വിധി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഇവിടെ ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടാവുക തന്നെ ചെയ്തു. അൽഹംദുലില്ലാഹ്. ആ കഥ അല്പം വിവരിക്കട്ടെ. തിരൂർ നിവാസിയും അബുദാബിയിൽ ജോലിയും ഉണ്ടായിരുന്ന ഇടിക്കൽ യാക്കൂബ് എന്ന ബീനശ്ശേരിയിലുള്ള മരുമകന്റെ വീട്ടിലേക്ക് വന്നത് അക്കാലത്താണ്. ഈ നാട്ടിൻ പുറം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറച്ച് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹം മരുമകൻ നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. ഒരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹവും മരുമകനും കൂടി അടുപ്പത്തേക്ക് ജുമാഅത്ത് പോയി. ജുമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അദ്ദേഹം വളരെ ക്ഷീണിതരായിരുന്നു. ഇവിടെ ഒരു ജുമാഅത്ത് പള്ളി നിർമ്മിക്കാനുള്ള ശ്രമം നടത്തണമെന്നും അതിന് അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടാവുമെന്നും പറഞ്ഞാണ് തിരിച്ചു പോയത്. ബീനസേ ജുമാ മസ്ജിദ് നിർമ്മാണ കമ്മിറ്റി എന്ന പേരിൽ ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അധികം താമസിച്ചിട്ടില്ല. യാക്കൂബായിൽ നിന്നും ആദ്യ ഗഡുവായി 5700 രൂപ എടുത്തു. ഞങ്ങൾ അന്തം വിട്ടുപോയി. കാരണം അന്നത്തെ 5700 രൂപയോട് ചുരുങ്ങിയത് 6 ഏക്കർ ഭൂമിയെങ്കിലും ഇവിടെ വാങ്ങാൻ സാധിക്കുമായിരുന്നു. കമ്മിറ്റിക്കാരായ ഞങ്ങൾക്ക് വളരെ ആവേശമായി. ആ സമയത്ത് ബീനശ്ശേരിയിൽ ഒരു വീടും വളർത്തും വിൽക്കാനുണ്ടായിരുന്നു. ഓടുമേലെ വലിയ ഒരു വീട് 1 ഏക്കർ 84 സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. ആ വീടും വളർത്തും വാങ്ങാൻ കമ്മിറ്റി തീരുമാനിക്കുകയും 4100 രൂപ കൊടുത്തത് വാങ്ങുകയും ചെയ്തു. ആ വീട് പൊളിച്ചു കൊണ്ടുവരികയും പള്ളി ആരംഭിക്കുകയും ചെയ്തു. യാക്കൂബായി വീണ്ടും നാട്ടിലെത്തി. പള്ളിക്ക് വേണ്ടി 14000 രൂപയാണ് ഈ ആസക്തിയിൽ അദ്ദേഹം കൊണ്ടുവന്നത്. അത് മാത്രമല്ല, 1 ഏക്കർ ഭൂമിയും പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തു. പള്ളിപ്പണി തകൃതിയായി നടന്നു. 1976 ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മുടെ പള്ളിയിൽ ജുമാ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ ബീനശ്ശേരിക്കാരായ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെയാണ് ഇവിടെ ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടായത്. അതിന് കാരണമായി യാക്കൂബായുടെ വരവാണ്. 1986 അദ്ദേഹം ഇഹലോകവാസം കഴിഞ്ഞുപോയി. സർവശക്തനായ അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗ്ഗഭൂമാനമാക്കി കൊടുക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ബീനശ്ശേരിക്കാരായ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ശൈഖുന അടപ്പലം പ്രസിഡന്റും മേൽക്കാലിയുമായിരുന്ന കമ്മിറ്റിയാണ് ബീനശ്ശേരി മാഹിനെ നിയന്ത്രിച്ചിരുന്നത്. ഈ അധികം തന്നെയാണ് അന്ന് സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. മാനവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദീനീ രംഗത്ത് നല്ല പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ബീനശ്ശേരി മാഹിലുള്ള മുസ്ലിംമാർ നമ്മുടെ ചുറ്റുപാട് ബീനശ്ശേരി മാഹിലുള്ളത്ര മുസ്ലിംമാർ നമ്മുടെ ചുറ്റുപാട് ഒരു മാഹിലുമില്ല എന്നത് ഒരു യഥാർത്ഥ വസ്തുതയാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. അല്ലാഹു